ഒരു ദിവസം രാവിലെ അമേരിക്ക വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും? ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെനസ്വേലയിൽ ഇപ്പൊ നടന്നിട്ടുള്ളത്. ഒരു ദിവസം രാത്രി വന്നിട്ട് അവിടെ ബോംബും കാര്യങ്ങളും ഇടുന്നു, അവരെ ആക്രമിക്കുന്നു, അവിടുത്തെ പ്രസിഡന്റിനെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതാണ് സിമ്പിൾ ആയിട്ട് നടന്നത്. ഇതിൽ ബാക്കിയാകുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഈ ചോദ്യങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, വേറൊരു രാജ്യത്ത് കയറി ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടത്താൻ അമേരിക്കക്ക് എന്താണ് റൈറ്റ് ഉള്ളത്? രണ്ടാമത്തെ കാര്യം, എന്തിനാണ് അമേരിക്ക ഇത് ചെയ്തിട്ടുള്ളത്? അമേരിക്ക പറയുന്ന കാരണം ഇയാൾ മയക്കുമരുന്നിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുവഴി അമേരിക്ക തകരുന്നു എന്നുള്ളതാണ്. ഇതിലുള്ള നമുക്ക് വരുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ, അമേരിക്ക മയക്കുമരുന്നിന്റെ കേസിൽ ഒരു രാജ്യത്തിനെ തകർക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെക്സിക്കോയെ ആയിരിക്കും തകർക്കേണ്ടത്. കാരണം അവിടെ അത്രത്തോളം ഡെക്കാർട്ടലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അമേരിക്കക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ മയക്കുമരുന്നിന്റെ വിഷയം. അപ്പം ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും അധികം ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ് വെനസ്വേല. അതുപോലെ തന്നെ ഓയിൽ കൂടാതെ മറ്റു പല മിനറൽസും വെനസ്വേലയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തിട്ടും അമേരിക്കയ്ക്ക് വെനസ്വേലയെ സ്വന്തമാക്കണം. അത്രത്തോളം വലിയൊരു ഓയിൽ ഉണ്ടാകുമ്പോൾ അമേരിക്കയ്ക്ക് കംപ്ലീറ്റ്ലി മറ്റെല്ലാ രാജ്യങ്ങളും, ഇപ്പം മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ, വേറെ ഏതൊരു രാജ്യത്തിന്റെയും മുകളിലേക്ക് ഡോമിനൻസ് വരും. കാരണം ഓയിലും കൂടി അമേരിക്കയുടെ കയ്യിൽ അത്രത്തോളം വരുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഓയിൽ റിസർവ് സ്വന്തമാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മുന്നിൽ കണ്ടിട്ട് മാത്രമാണ് അമേരിക്ക ഇത് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ മുമ്പ് ഇറാഖിൽ കണ്ടിട്ടുണ്ട്, അഫ്ഗാനിൽ കണ്ടിട്ടുണ്ട്, സിറിയയിൽ, ഇങ്ങനെ പല രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെയൊന്നും ആക്ച്വലി തീവ്രവാദം ഇല്ലാതാക്കാനോ മയക്കുമരുന്ന് ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അവിടെ സമാധാനം പ്രസ്താവിക്കാനോ ഇതിനൊന്നല്ല അമേരിക്ക ശ്രമിക്കുന്നത്. സോ ഇനി ബാക്കിയാവുന്ന ഒരു ചോദ്യം, വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഫ്യൂച്ചറാണ്. കാരണം വെനസ്വേല എന്ന് പറയുന്ന രാജ്യം ഓൾറെഡി വളരെയധികം കഷ്ടപ്പെടുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 250% ഒക്കെയാണ് അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത്. ഇൻഫ്ലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് 5% ആണ്. എന്നിട്ട് പോലും നമുക്ക് ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയം 200, 250, 3 ഡിജിറ്റ് ഇൻഫ്ലേഷൻ റേറ്റ് വരുന്ന ഒരു രാജ്യത്ത് എങ്ങനെ ജനങ്ങൾ ജീവിക്കും? രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്, അമേരിക്ക അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഗവൺമെന്റിനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. പക്ഷെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അമേരിക്ക അവിടുന്ന് ഓയിലും മറ്റു കാര്യങ്ങളും അമേരിക്ക യൂസ് ചെയ്യും. അത് വെച്ച് അമേരിക്ക പ്രോഫിറ്റ് ഉണ്ടാകും. അവസാനമായിട്ട് ഇത് ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ലോകത്തിന്റെ സമ്പദ്ഘടനയെ, ലോകത്തിന്റെ ഇക്കണോമി, ബിസിനസ്സുകൾ ഇത് എങ്ങനെ ബാധിക്കാം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി വെനസ്വേലയെ സപ്പോർട്ട് ചെയ്യുന്ന റഷ്യ, ചൈന, നോർത്ത് കൊറിയ ഒക്കെ പോലത്തെ പല കൺട്രീസ് ഉണ്ട്. അപ്പൊ ഇവരുടെ ഇപ്പൊ ചൈനക്ക് ഓൾറെഡി വെനസ്വേലയിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട് ഓൾറെഡി. അപ്പൊ ഇത്രയും ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇതിനോട് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഗ്ലോബൽ ഇക്കണോമിയിൽ ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്?